പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മൾ ബേലൂർ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഒരു ചെരുപ്പ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ചെരുപ്പ് ഒക്കെ സൂക്ഷിച്ച് ഷൂ ഒക്കെ ഇവിടെ നമുക്ക് സൂക്ഷിക്കാം. 5 രൂപയാണ് ഒരു സെറ്റിനുള്ള റേറ്റ്. നമ്മളിപ്പോൾ അകത്തേക്ക് കടക്കുകയാണ്. ഏകദേശം 20 അടി പൊക്കത്തിലുള്ള വലിയൊരു കവാടമാണ്, ക്ഷേത്ര കവാടമാണ് ഇതിനകത്തോട്ടുള്ളത്. അപ്പോൾ ബേലൂരിലെ കേശവ അല്ലെങ്കിൽ കേശവ വിജയനാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ചെന്നകേശവ ക്ഷേത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. കർണാടകയിലെ അസം ജില്ലയിൽ 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ നിർമ്മിതി. ഹൊയ്സല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന വേളാപ്പുരി എന്നുകൂടി അറിയപ്പെട്ടിരുന്ന ബേലൂരിൽ യാഗാച്ചി നദിയുടെ തീരത്ത് 1117 അന്നത്തെ രാജാവായ വിഷ്ണുവർദ്ധനയുടെ ഭരണകാലത്ത് പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. മൂന്ന് തലമുറകളിലായി പണിത ഈ നിർമ്മിതി പൂർത്തിയാക്കാൻ ഏകദേശം 103 വർഷങ്ങളെടുത്തു. അസൻ പട്ടണത്തിൽ നിന്നും 35 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്നും 200 കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ള ദൂരം. ഇവിടെ അടുത്തു തന്നെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹോട്ടൽ ഫെസിലിറ്റി, അതുപോലെ ബസ് സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ, മറ്റ് എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. ഇവിടുന്ന് നാനാ നാട്ടിലേക്ക് പോകാനുള്ള ബസ് സൗകര്യം KSRTC കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരുക്കിയിട്ടുണ്ട്. വാസ്തുവിദ്യ, ശില്പങ്ങൾ, ശിലാശാസനങ്ങൾ, തൂൺചിത്രങ്ങൾ, അതിൻ്റെ പ്രതീകങ്ങൾ, ലിഖിതങ്ങളും ചരിത്രവും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രം വളരെ ശ്രദ്ധേയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ൽ തലക്കാട്ട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷ സൂചകമായി ഹൊയ്സല ചക്രവർത്തിയായ വിഷ്ണുവർദ്ധനാണ് ചെന്നകേശവ അഥവാ സുന്ദരനായ കേശവൻ എന്നർത്ഥം വരുന്ന അതിമനോഹരമായ ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ജൈനമതത്തിൽ നിന്നും
ഹിന്ദു മതത്തിലേക്ക് മാറിയത് കൊണ്ട് തന്നെ ജൈനക്ഷേത്രങ്ങളുടെ അത് ഉള്ളിൽ കാണുന്ന അതേപോലെയാണ്, അതേ ശൈലിയിലാണ് ഇതും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കരിങ്കല്ലിൽ പണിതീർത്ത ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് 42 അടി ഉയരത്തിലും 15 ടൺ ഭാരവുമുള്ള ഒറ്റക്കല്ലിലുള്ള ഒരു സ്തംഭം മറ്റെങ്ങുമില്ലാത്ത ഒരു അത്ഭുതം തന്നെയാണ്. 64 മൂലകളും 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളിലുമായി ശില്പഭംഗി നിറഞ്ഞതാണ് ഈ നിർമ്മിതി. ഈ കാണുന്നത് മതിലിനകത്ത് തന്നെയുള്ള ക്ഷേത്രത്തിലൊരു കുളമാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മൊത്തം ആമകളാണ്. ആമക്കുളം എന്ന് വേണം പറയാമായിരുന്നു. മൊത്തം ആമകളാണ് കേട്ടോ. 100 കണക്കിന് ആമകൾ. കുറേ എണ്ണം കരയിൽ കയറി ഇരിപ്പുണ്ട്, ബാക്കിയൊക്കെ വെള്ളത്തിനകത്തുമുണ്ട്. കാണാം കണ്ടോ, കരയിലിപ്പാണ്. വലിയ വലിയ ആമകളാണ്. നല്ല ഭംഗിയാണ് ഇവർ കയറി ഇരിക്കുന്നത് കാണാൻ. അപ്പോൾ രാജാവായിരുന്ന വിഷ്ണുവർദ്ധനൻ്റെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ശാന്തള ദേവിയുടെ സൗന്ദര്യമാണ് ഈ ശില്പങ്ങളുടെയൊക്കെ അടിസ്ഥാനമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഈ ക്ഷേത്രത്തിനുണ്ട്. മൊത്തം കരിങ്കല്ലാണ്. കാണാൻ അതിമനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 103 വർഷം കൊണ്ടാണ് ഇത് തീർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്ര അധ്വാനമാണെന്നുള്ളതാണ് കാണേണ്ടത്. ഒരുപാട് വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് എക്സിബിഷൻ പോലെ ഇവിടത്തേക്ക് വരുന്നുണ്ട്. ചരിത്ര വിദ്യാർത്ഥികൾ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ക്ഷേത്രം ഇത് കണ്ട് പുറത്തിറങ്ങി കുറച്ച് നേരം ടൗണിലേക്കുള്ള കാഴ്ചയാണ്. നമുക്ക് ഒരു റൂംസൊക്കെ ഒന്ന് തപ്പിയെടുത്ത് നോക്കണം. ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം സന്ധ്യ ആകാറായി. കടകളിലൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞു. ഇത് പുറത്തുനിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് വെറുതെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഷൂസ് ചെരുപ്പൊക്കെ നമുക്ക് തിരിച്ചെടുത്ത് പിള്ളേരൊക്കെ കുറച്ച് സംസാരിച്ച് പുറത്തോട്ട് പോന്നു. ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകളാണ്. പുറത്തുള്ള കാഴ്ച വൈകുന്നേരമായി. ഇനി പ്രത്യേകിച്ച് കാഴ്ചകളെന്ന് പറയാനൊന്നുമില്ല. ഇവിടെ കുറേ ശില്പങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെണ്ണക്കൽ ശില്പങ്ങൾ, ബുദ്ധൻ്റെ, ഗണപതിയൊക്കെ അങ്ങനെയുള്ള എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ആവശ്യക്കാർക്ക് വാങ്ങിച്ചു കൊണ്ടുവരും. ധാരാളം നല്ല ഫിനിഷിംഗാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് റേറ്റൊന്നും ചോദിച്ചില്ല. ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോന്നു. ഇത് ബേലൂർ നൈറ്റ് കാണുന്ന സീനാണ് കേട്ടോ. ഇവിടെ കാണാൻ പോകുന്ന കുട്ടികൾ മൊത്തം ഇവിടെ ഇരിക്കുവാണ് കേട്ടോ ഫ്രണ്ടിൽ. ഇത് 7 മണിക്കുള്ള ഒരു സീനാണ് കേട്ടോ. നമ്മളിവിടെ ഒരു റൂമൊക്കെ എടുത്ത് തൊട്ടടുത്ത് തന്നെ ഇതാ നമ്മൾ നിൽക്കുന്നതിന് ഒരു റൂം ലോഡ്ജാണ്. അപ്പോൾ ഇവിടെ റൂമെടുത്തു. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് താഴ്ത്തി പോകണം. ഇല്ല, ജനങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, എപ്പോഴും ആൾക്കാരുണ്ടാകണം. ഇത് ഹോട്ടൽ മയൂര വേലാപ്പൂരി, കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആണ്. നമ്പർ കാര്യങ്ങൾ ഇവിടെ ബോർഡിൽ തന്നെയുണ്ട്. ഇത് ആവശ്യക്കാർക്ക് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റാർ ലെവലുള്ള ഹോട്ടലാണ്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് രാവിലെ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ രാത്രി വന്ന് എടുക്കുന്നത്. ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് ബേലൂർ ബസ് സ്റ്റാൻഡ്. നടന്നു വരേണ്ട ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് ബാംഗ്ലൂരേക്കോ മംഗലാപുരത്തേക്കോ എല്ലായിടത്തേക്കും
കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഒന്നും കാണാനൊന്നുമില്ല, വെളിയും വെളിച്ചം ബസ്സൊന്നും കാണാനില്ല. ഇത് ബസ് സ്റ്റാൻഡാണ്. രാത്രി ആയതുകൊണ്ട് ബസ് 2-3 ഇവിടെ കിടപ്പുണ്ട്, ആൾക്കാർ കിടപ്പുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ലോങ് റൂട്ടിലെ ബസ്സുകളൊക്കെ ഇവിടെ കയറിയിട്ട് പോകും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സർക്കിൾ. ഇത് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസാണ് ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. രാത്രിയാണ്, അതുകൊണ്ടല്ല അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇത്. പകൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, ഒരു രക്ഷയിലായിരുന്നു. നമ്മൾ വൈകുന്നേരം ഇവിടെ എത്തിയത്. അപ്പോൾ രാവിലെ നമ്മൾ തിരിച്ചു പോകുന്നതാണല്ലോ. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്, ഓപ്പോസിറ്റാണ് പോലീസ് സ്റ്റേഷൻ. സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ധാരാളം ഹോട്ടലുകളുണ്ട് കേട്ടോ. ഈ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നോൺ വെജ് ഹോട്ടലുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 6:30 രാവിലെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ തുടരുവാണ്. ഇവിടെ നമ്മൾ രാത്രി ഇവിടെയാണ് തങ്ങിയത്, ശ്രീ രാഘവേന്ദ്ര ലോഡ്ജ്. ഇവിടെ കുഴപ്പമില്ലായിരുന്നു, ചെറിയ റേറ്റിലായിരുന്നു. നമ്മൾ 2 പേരും ഇവിടെ തങ്ങി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ഇവിടുത്തെ യാത്ര ഇന്നത്തെ തുടരുകയാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരു ആണോ എൻ്റെ ടീ ഇവിടുന്ന് ചായ കുടിക്കുക. അക്കയുടെ ഒരക്ക അണ്ണനും കൂടെ ആണ് ചായ ഉണ്ടാക്കുന്നത്. ചായ കുടിക്കാൻ എല്ലാവരും കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ബേലൂരിൽ നിന്നാണ് ഇന്ന് യാത്ര പുറപ്പെടുന്നത്. ബേലൂർ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ അവിടുന്ന് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയത്. ഒരു മങ്ങിയ കാലാവസ്ഥയായിരുന്നു, മൂടൽ പോലെയായിരുന്നു. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് ഉള്ളത് നമുക്ക് കവർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷനിലോട്ട് പോവാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, വീഡിയോ മുഴുവനായും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് വീഡിയോകൾ, ട്രാവൽ വീഡിയോകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് മൊത്തം കറങ്ങാൻ ഒരുപാടുണ്ട്. ഇതൊന്നുമായില്ല, യാത്ര തുടരുകയാണ്. ഇനിയും ഒരുപാട് നമുക്ക് യാത്രകൾ നല്ല ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. നമസ്കാരം.